ഹായ് മക്കളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ലപോലെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് CGSTയും SGSTയും ഒക്കെ മൈനസിൽ കിടക്കുന്നു. ഇതെന്താ സംഭവം? ബാലൻസ് ഷീറ്റ് എടുത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ലാബിലിറ്റി സൈഡ് എടുത്ത് നോക്കുമ്പോൾ മൈനസിലാണ് CGSTയും SGSTയും. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ മൈനസ് അത്രയും എമൗണ്ട് നമുക്ക് റീഫണ്ടബിൾ ആണ്. അതായത് നമ്മളുടെ ഇൻപുട്ടാണ്. കാരണം നമ്മൾ ടാലിയിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ്. ഇൻപുട്ട് ആണെങ്കിലും ഔട്ട്പുട്ട് ആണെങ്കിലും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് ഗ്രൂപ്പ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ CGST SGST നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, സെയിൽ ചെയ്യുമ്പോൾ CGST SGST നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെ വന്ന് 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 ലാസ്റ്റ് ബാലൻസ് മൈനസ് വരാൻ കാരണം എന്ത് കൂടുതലായിരിക്കും? ഇൻപുട്ട് കൂടുതലാണ്, ഔട്ട്പുട്ട് കുറവാണ്. അപ്പൊ അത് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ CGSTയും SGSTയും മൈനസിൽ കാണിക്കുക. അത്രയും എമൗണ്ട് നമുക്ക് എന്താണ്? റീഫണ്ടബിൾ ആണ്. ഇനി മൈനസിലല്ല പ്ലസ്സിലാണ് കാണിക്കുന്നതെങ്കിലോ ആ എമൗണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് അടയ്ക്കാനുണ്ട്? ഗവൺമെന്റിന് നമ്മൾ അടയ്ക്കാനുള്ള ടാക്സ് ആണ്. ആ CGSTയും SGSTയും നമ്മുടെ പേയബിൾ ആണ്, ലാബിലിറ്റി ആണ്. മറ്റേതെന്താണ്? ലാബിലിറ്റി അല്ല, ഇൻപുട്ടാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ശരി.